അപ്പൊ ഇന്നത്തെ നമ്മളെ ഡ്യൂട്ടി കേട്ടി ഫ്രൂട്ട്സിന്റെ വണ്ടിയിലാണ്. രാത്രി ഒരു 1:45 ആകുമ്പോൾ വീട്ടിൽ നമ്മൾ ചാവിയും തുറന്നിറങ്ങിട്ടോ. വല്ല കള്ളന്മാരുണ്ടോന്ന് വിചാരിച്ച് പുറത്തിറങ്ങി നോക്കുമ്പോൾ പുറത്തൊരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മളും വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. ഇവനാണ് നമ്മൾ ആക്കി തരുന്നത്. രാത്രി ഉറക്കത്തുനിന്ന് വിളിച്ച് നീപ്പിച്ച് കൊണ്ടുവന്നതാ. അങ്ങനെ ഓന്റെ കൂടെ നമ്മൾ നേരെ ഇടുമൊഴിക്കേക്ക് പോയി. ഇടുമൊഴിക്കൽ ജംഗ്ഷനിൽ നമ്മളെ വണ്ടി എത്തിട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കോ ഡ്രൈവറെ കിട്ടാതെ നമ്മൾ ഇടങ്ങാറായപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കോ ഡ്രൈവർ ആയിട്ടാട്ടോ പോകുന്നത്. നമ്മളെ കൂടെ വരുന്ന ഡ്രൈവർ നമുക്ക് പരിചയമില്ലാത്തൊരു ഡ്രൈവറാണ്. ഇടുമൊഴിക്കലെത്തിയപ്പോൾ ഓൻ നമ്മൾ ഇറക്കിയിട്ടാണ് ഓൻ വീട്ടിൽ പോയി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് വണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. വണ്ടിന്റെ പേര് നമുക്ക് പറഞ്ഞതിന് സാമാന്ന്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ വണ്ടി വന്നിട്ടോ. ഇതാണ് നമ്മളെ വണ്ടി. വണ്ടി കണ്ടതും നീട്ടി കയ്യാണിച്ച് അങ്ങനെ അവന് സൈഡാക്കി. വണ്ടി നോക്കുമ്പോൾ 2021 Eicher 20 feet ആണ്. അങ്ങനെ വണ്ടിന്റെ അടുത്തേക്ക് നമ്മൾ ഓടിച്ചെന്ന്. പെട്ടിയൊക്കെ ഓൾറെഡി ലോഡാണ് കേട്ടോ. അങ്ങനെ വണ്ടിന്റെ അടുത്തെത്തി ഡോറൊക്കെ തുറന്ന് ഉള്ളിലേക്ക് ബാഗ് കണ്ടിട്ട് നമ്മൾ നേരെ വണ്ടിന്റെ ഉള്ളിൽ കണ്ട് കയറി. അങ്ങനെ ഓനെ പരിചയപ്പെട്ടു. ഓന്റെ പേര് സബീർ കേട്ടോ. ഓനോട് സലാമൊക്കെ പറഞ്ഞു. അങ്ങനെ ഓനെ നേർക്ക് വീഡിയോ ഒക്കെ എടുത്തൊക്കെ ഓനക്കല്ല കുറച്ചില് ഓൻ നല്ല ചിരിക്കുക. അങ്ങനെ നമുക്ക് ആഡ് ബ്ലൂ അടിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ രാംനാട്ടർ പോയി. രാംനാട്ടറിന് നേരെ ആഡ് ബ്ലൂ ഒക്കെ ഫുള്ളാക്കി ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ നേരെ വിട്ട്. ഞാനും സബീറും ആദ്യമായിട്ടാണ് കാണുന്നതും സംസാരിക്കുന്നതൊക്കെ. അങ്ങനെ നമ്മൾ പരിചയപ്പെട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ വണ്ടി ഒരു സൗണ്ട് കേൾക്കണം. അങ്ങനെ വണ്ടി സൈഡാക്കി നോക്കുമ്പോൾ എന്താ നമ്മളെ പെട്ടി ലൂസ് ആയതാണ് കേട്ടോ. പെട്ടി ലൂസായിട്ട് ഒരു പെട്ടി ചാടിപ്പോയി. അങ്ങനെ കയറൊക്കെ എടുത്ത് ഫുള്ള് ക്രോസിലൊക്കെ കെട്ടി നമ്മൾ വണ്ടി എടുത്ത് നേരെ വിട്ട്. ഡീസലിന് വില കുറവുള്ളതുകൊണ്ട് മാഹിന്നാണ് നമ്മൾ ഡീസൽ ഫുള്ളാക്കല്. ബൈപ്പാസിലുള്ള സർവീസ് റോഡിലുള്ള പമ്പിൽ നിന്നായിട്ട് ഫുള്ളാക്കണത്. അങ്ങനെ ഡീസലൊക്കെ ഫുള്ളാക്കി നമ്മൾ നേരെ വിട്ട്. നമ്മൾ ടോള് കട്ട് ചെയ്താണ്ടാട്ടോ പോവാറ്. ടോള് ആ സൈഡിൽ ഇങ്ങനെ കാണുന്നത്. നമ്മളിങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകും. ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വല്ലാണ്ട് ഉറങ്ങിപ്പോയി. അങ്ങനെ ഒരു 5:30 സബീർ വിളിച്ച് പള്ളി പോവാന്ന് പറഞ്ഞ് പള്ളിൻ്റെ അവിടെ സൈഡാക്കി. ഉറക്കത്ത് എണീച്ചോടെ ഏതാ സ്ഥലം ഒന്നും എനിക്ക് മനസ്സിലായില്ല. സബീറിനോട് ചോദിച്ചപ്പോൾ സബീർ പയ്യന്നൂർ കഴിഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ പള്ളിക്ക് നമ്മൾ തുണിയൊക്കെ എടുത്ത് മടക്കുത്തി നടന്ന് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഫുഡാണല്ലോ മെയിൻ. അങ്ങനെ ഉടുപ്പി റെസ്റ്റോറൻറ്റ് കയറി ഫുഡൊക്കെ നേരെ ഓർഡർ ചെയ്ത്. ഇത് അവിടുത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്ലാറ്ററാണ്. അങ്ങനെ അതാണ് നമ്മൾ ഓർഡർ ചെയ്ത്. നമ്മൾ രണ്ടാളും അത് കഴിച്ചപ്പോൾ വലിയൊരു കുഴപ്പമൊന്നുമില്ല. എന്നാലും എനിക്ക് ഇഷ്ടമായത് ഈ സാധനം കേട്ടോ, റവാ കേസരി. അതൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് നമ്മളവിടുന്ന് നേരെ ഇറങ്ങി. ഇതാണ് നമ്മൾ കഴിച്ച ഓർഡർ കേട്ടോ. ഏകദേശം തലപ്പാടി എത്താനാണ്. അങ്ങനെ വണ്ടിന്റെ അടുത്തെത്തി സബീർ നേരെ വിട്ട്. സബീർ തന്നെ ഫുള്ള് വിട്ടണേ. നമുക്ക് വണ്ടി തരുന്നില്ല. ആൾക്ക് 22 വയസ്സാന്നാ പറഞ്ഞത്. ആള് പുലിയാട്ടോ, വിചാരിച്ച മാതിരിയല്ല. അങ്ങനെ ഭക്ഷണം കഴിച്ച ക്ഷീണത്തിൽ നമ്മളാണ് കിടന്നോണ്ട് ഉറങ്ങി നീച്ചപ്പോൾ എന്തോ സൗണ്ട് കേൾക്കണേ. നോക്കിയപ്പോൾ ഗ്രീസ് അടിക്കുകയാണ്. ഗ്രീസ് അടിച്ച് ബ്രേക്കും അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നമ്മൾ നേരെ വണ്ടി എടുത്ത് വിട്ട്. അങ്ങനെ സബീർ അപ്പുറം നോക്കി ഇങ്ങനെ വണ്ടി ഓടിക്കുക. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ അവർക്ക് കുളിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാപ്പൂരം എത്തുന്നതിന് മുന്നേ ഒരു അരുവി കണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, കുളിക്കാൻ തീരുമാനിച്ചു. ഞാൻ ഇറങ്ങാനുള്ള വഴി നോക്കുന്നതിന്റെ മുന്നേ സബീർ ഇറങ്ങി ഓടി അവിടെ എത്തി. അങ്ങനെ മാറ്റാനുള്ള ഡ്രസ്സും മുണ്ടും ഒക്കെ എടുത്ത് നമ്മൾ നേരെ കുളിക്കാനുള്ള പരിപാടിയിലായി. സബീർ ഡ്രസ്സ് അടിക്കാനുള്ള പരിപാടിയിൽ തന്നെ ഞാൻ വീഡിയോ കണ്ടപ്പോൾ നേരെ കീസ കൈയിട്ട് തിരിഞ്ഞെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഓൻ അയച്ച് നേരെ ചാടാനുള്ള വെള്ളമൊന്നുമില്ല ഇനി. ഓൻ നാട്ടും ചാടി. നല്ല തണുപ്പുള്ള വെള്ളം ഇനി. അങ്ങനെ ഞാനും ഇറങ്ങി ഒന്ന് മുങ്ങി കുളിച്ച്. നല്ല തെളിഞ്ഞ അടിപൊളി വെള്ളം കേട്ടോ. മുങ്ങി കുളിച്ച് കഴിഞ്ഞാലൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വേഗം ജലദോഷം പിടിക്കും. എന്നിട്ടും നമ്മളത് കാര്യമാക്കില്ല. വെള്ളം കിട്ടിയ സന്തോഷത്തിൽ തോട്ടിൽ ആർമാദിച്ച് നീന്തി മുങ്ങി കുളിച്ച്. നമ്മളെ വീഡിയോ എടുക്കൽ കണ്ടപ്പോൾ ഒരുത്തനും കൂടി ഓടി വന്ന് നമ്മളെ കൂടെ ചാടിനെ. അവിടെ അടുത്തന്നെയുള്ള ഏതോ ഒരു ചെക്കനാണ്. കുളിച്ച് സോപ്പാക്കാൻ പറഞ്ഞ്. സബീർ കടയിൽ പോയിട്ട് ഒരു മെഡിമിക്സിന്റെ സോപ്പാക്കിനി. അതൊക്കെ തേച്ച് ഉരച്ച് നല്ല മുങ്ങി അങ്ങോട്ട് കുളിച്ച് നല്ല ഉഷാറായി. അങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്നപ്പെട്ട് മീനൊക്കെ വന്ന് കാലിന് മസാജൊക്കെ ചെയ്ത് തരുന്നേ. അങ്ങനെ ആ തോട്ടം തന്നെ ഉളു കൊടുത്ത് വണ്ടിയിൽ പോയി ഇരുന്ന് നിസ്കരിച്ചും ചെയ്ത്. നമുക്ക് നിസ്കരിക്കാൻ പുറത്ത് നല്ല സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ നിന്ന് നിസ്കരിക്കാറുള്ളൂ. അല്ലെങ്കിൽ സീറ്റിൽ മുസല്ലിം വിരിച്ച് കിബില നോക്കിയാണ്ട് ഇരുന്നുകാണ്ട് നിസ്കരിക്കലാണേ. നാട്ടിൽ നിന്ന് ഇതുവരെ സബീർ തന്നെ ആയിട്ട് വണ്ടി വിട്ടിനി. അങ്ങനെ സബീറിന്റെ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്ത് നേരെ വണ്ടി എടുത്ത് വിട്ട്. ഒരു ഉച്ചമുക്കാലായതുകൊണ്ടും നല്ല നീന്തലായതുകൊണ്ടും നല്ല വിശപ്പുണ്ടായി. ഫസ്റ്റത്തെ ഹോട്ടലിന്റെ സൈഡാക്കി അയച്ച് പോയി ലാസ്റ്റത്തെ ഹോട്ടലിലേക്ക് സൈഡാക്കി നമ്മൾ ഫുഡ് കഴിച്ച്. സബീർ മീൽസും ഞാൻ ഫ്രൈഡ് റൈസും കഴിച്ചേ. അങ്ങനെ രാത്രി ആയപ്പോൾ വണ്ടി ഏകദേശം ബീജാപൂരിന്റെ ഒരു 15 കിലോമീറ്റർ മുന്നുള്ള റിലയൻസ് പമ്പ് ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ എണ്ണടിക്കൽ സ്ഥിരം. ആ പമ്പിൽ വണ്ടി സൈഡാക്കിയാണ്ട് ഡീസലൊക്കെ ഫുള്ളാക്കി അവിടെ തന്നെ നമ്മൾ നിസ്കരിച്ചും ചെയ്തിട്ടോ. നമ്മളെല്ലാം നിസ്കാരം കസറാക്കിയിട്ടാണ് നിസ്കരിക്കാറ്. അങ്ങനെ ആ നിസ്കാരമൊക്കെ കഴിഞ്ഞ് 12 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മളവിടുന്ന് പോകുന്നത്. ഇപ്പോൾ ഉള്ളതുകൊണ്ട് സബീർ ഒരു തൊപ്പിയൊക്കെ എടുത്ത് വണ്ടി എടുത്ത് വിട്ട് നമ്മൾ ആ സൈഡിൽ നേരെ ചുരുട്ടി കിടന്നു തുടങ്ങി. ഒരു 2:30-3 മണിയാകുമ്പോൾ നമ്മൾ തോട്ടത്തിലെത്തി. അങ്ങനെ അവിടെ വണ്ടി സൈഡാക്കി നമ്മൾ വണ്ടിയിൽ വീണ്ടും കിടന്നു തുടങ്ങി. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ തൊള്ളൂ. ശരി എന്നാ.